ഹായ്. നിങ്ങൾ അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഫോൺ എടുത്തിട്ട് അതിൽ റീൽസ് കാണുകയാണോ, മെസ്സേജുകൾ വായിക്കുകയാണോ, വാട്സാപ്പിൽ എന്തൊക്കെയാണ് സ്റ്റാറ്റസ് എന്ന് നോക്കുകയാണോ ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇതിൽ നിന്ന് ഒരു നന്മയും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾക്ക് അതിരാവിലെ ചെയ്യാൻ പറ്റിയ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബെഡിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വസ്തുക്കളാണ് വേണ്ടതെന്നുള്ളത് ഫോക്കസ് ചെയ്യുക. ഒരു വീടാണെങ്കിൽ വീട്, അല്ലെങ്കിൽ ഒരു കാറ്, അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യം. ഉദാഹരണത്തിന് ഒരു ഗവൺമെൻറ് ജോബാണെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് ജോബ് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. ഇപ്പോൾ ലഭിച്ചിട്ടില്ലല്ലോ. എനിക്കൊരു കാറ് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. എനിക്ക് മനോഹരവും ശാന്തവുമായിട്ടുള്ളൊരു വീട് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. അതിനുശേഷം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. എനിക്കൊരു കാറ് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, എനിക്കൊരു വീട് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിലേക്ക് അട്രാക്റ്റീവായി വരും എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ എന്നെ തന്നെ ഒരു ഉദാഹരണം പറയാണ്. എനിക്കൊരു ബാഗ് വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആഗ്രഹിച്ച കളറിലുള്ള ഒരു ബാഗ്. അപ്പോൾ ഞാനത് 15 ദിവസമായി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു ബാഗ് ഇന്ന കളറിലുള്ളത് വേണം എന്ന് ഞാനങ്ങനെ ഒരു ബാഗ് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് എനിക്കൊരു ബാഗ് കിട്ടി. ഇതാണത്. നല്ല ബാഗാണ്. ഇതിന് വില എത്രയാണെന്നറിയോ? 1200. ഇതൊരു ഫ്രണ്ട് തന്നതാണ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്. ഇതൊരു ഫ്രണ്ട് തന്നതാണ് ഈ ബാഗ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്ത ബാഗാണത്. അല്ലെങ്കിൽ അവർക്ക് എനിക്കൊരു ബാഗ് വരേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. വളരെ സന്തോഷമായി. 1200 രൂപയുടെ ബാഗ് വെറുതെ കിട്ടിയല്ലോ. എൻ്റെ കയ്യിലെ ക്യാഷ് പോയിട്ടുമില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ മോർണിംഗ് റൊട്ടീൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് മാറ്റം തരും. താങ്ക് യു.